ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവേഷ്ടം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവകൃപയിലൂടെയുള്ള ഈ യാത്ര എന്ന ഈ ബൈബിൾ സ്റ്റഡി ക്ലാസ്സിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആദാമും കായിനും എങ്ങനെ സാത്താൻ്റെ വശീകരണത്തിന് ഇരയായെന്ന് പഠിച്ചു. വളരെ നിരാശാജനകമായ കഥകളല്ലേ. പക്ഷേ ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് വളരെ പ്രോത്സാഹനജനകമായ രണ്ട് വ്യക്തികളെ കുറിച്ചിട്ടാണ്. ദൈവത്തോടൊപ്പം നടന്ന രണ്ട് മഹാന്മാർ, ഹാനോക്കും നോഹയും. അവരുടെ കഥകൾ നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഇന്ന് അങ്ങയോടൊപ്പം നടന്ന രണ്ട് വിശ്വസ്ത ദാസന്മാരെ കുറിച്ച് പഠിക്കുവാൻ പോകുന്നു. ഞങ്ങളെയും അങ്ങയോടൊപ്പം നടക്കാൻ പഠിപ്പിക്കണമേ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഉൽപ്പത്തി 5-ാം അധ്യായം തുറന്നു വായിച്ചാൽ ഇതൊരു വംശാവലിയാണ്. സാധാരണ വംശാവലിയിൽ വളരെ ബോറിംഗ് ആയിരിക്കും. പേരുകൾ, വയസ്സ്. പക്ഷേ ഈ അധ്യായം വായിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കും. അയാൾ മരിച്ചു. 8 പ്രാവശ്യം ഈ വാക്കുകൾ റിപ്പീറ്റ് ആകുന്നു. പാപത്തിന്റെ ശമ്പളം മരണം. പക്ഷേ വാക്യം 24, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, അവനില്ലാതെയായി, കാരണം ദൈവം അവനെ എടുത്തു. മരിച്ചു എന്ന് പറയുന്നില്ല, എടുത്തു എന്ന് പറയുന്നു. ഇത് എത്ര പവർഫുള്ളാണ്. മരണത്തിന്റെ നടുവിൽ ജീവൻ, കുഴപ്പങ്ങളുടെ നടുവിൽ വിജയം, പാപത്തിന്റെ നടുവിൽ വിശുദ്ധി. സഹോദരരെ, ഇത് നമുക്കുള്ള പ്രത്യാശയാണ്. പാപം നിറഞ്ഞ ഈ ലോകത്തിൽ നമുക്കും ദൈവത്തോടൊപ്പം നടക്കാം. എല്ലാവരും കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഉറച്ചു നിൽക്കാം. എബ്രായർ 11:5 പറയുന്നു, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. മരണം കാണാതെ ദൈവം അവനെ നേരിട്ട് സ്വർഗത്തിലേക്ക് എടുത്തു. ഇത് എന്തിന്റെ പിക്ചറാണ്? 1 തെസ്സലോനിക്കർ 4:17, കർത്താവിനെ വായുവിൽ വെച്ച് എതിരേക്കാൻ എടുക്കപ്പെടും. മരിക്കാതെ യേശുവിന് എതിരേൽക്കാൻ പോകുന്ന ഒരു ജനറേഷൻ ഉണ്ടാകും. നമ്മൾ ആ ജനറേഷനിലായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയട്ടെ. ഹാനോക്ക് ജനിച്ചപ്പോൾ ആദാമിന് 622 വയസ്സ്. ആദാം 930 വയസ്സിൽ മരിച്ചു. അതായത് ഹാനോക്കിന് ആദാമിനോടൊപ്പം 308 വർഷം ജീവിക്കാൻ കഴിഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഹാനോക്ക് ആദാമിനെ കാണുന്നു, സംസാരിക്കുന്നു. അയ്യോ ആദാമേ, ഏദൻ തോട്ടത്തെക്കുറിച്ച് പറയൂ. ദൈവത്തോടൊപ്പം നടക്കുക എന്നാൽ എന്താണ്? അവിടെ എങ്ങനെയായിരുന്നു? ഹാനോക്കിന്റെ ഹൃദയത്തിൽ ഒരു വാജ്ഞ ഉണ്ടായി, എനിക്കും ദൈവത്തോടൊപ്പം നടക്കണം. ഇവിടെ നമുക്കുള്ള പാഠം എന്താണെന്ന് വെച്ചാൽ, നല്ല മെന്റേഴ്സിനെ കണ്ടെത്തുക, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവരോട് സമയം ചെലവഴിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആദാമുകളുണ്ടോ? അവരിൽ നിന്ന് പഠിക്കുക. യുവാക്കളെ, പ്രായമായ വിശ്വാസികളെ കാണൂ, അവരോട് സംസാരിക്കൂ, അവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കൂ. അവിടെ നിന്ന് നിങ്ങൾക്ക് ദൈവത്തോടൊപ്പം നടക്കാനുള്ള പാഷൻ ലഭിക്കും. ഉൽപ്പത്തി 5:21-22 ശ്രദ്ധിക്കൂ. ഹാനോക്ക് 65 വർഷം ജീവിച്ചു, മെതുശലേഹിനെ ജനിപ്പിച്ചു. മെതുശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 വർഷം ദൈവത്തോടുകൂടെ നടന്നു. എന്താണ് സംഭവിച്ചത്? 65 വയസ്സ് വരെ സാധാരണ ജീവിതം. 65 വയസ്സിന് ശേഷം ദൈവത്തോടൊപ്പം നടന്നു. മെതുശലേഹ് ജനിച്ചു. ദൈവം ഹാനോക്കിനോട് പറഞ്ഞു, ഈ മകന്റെ പേര് മെതുശലേഹ് എന്ന് വെക്ക്. അവൻ മരിക്കുമ്പോൾ ജലപ്രളയം വരും എന്നാണ് ആ പേരിന്റെ അർത്ഥം. സഹോദരൻ, ഇത് എത്ര സീരിയസ് ആണ്. എല്ലാ ദിവസവും ആ മകനെ കാണുമ്പോൾ ന്യായവിധി വരുന്നു, സമയം കുറവാണ്, ദൈവം ശിക്ഷിക്കാൻ പോകുന്നു. മകന്റെ പേര് വിളിക്കുമ്പോൾ തന്നെ മെതുശലേഹേ, ന്യായവിധി വരുന്നു. ഇത് ഹാനോക്കിന്റെ ജീവിതം മാറ്റി. അന്ന് മുതൽ 300 വർഷം അവൻ ദൈവത്തോടൊപ്പം നടന്നു. നമുക്കുള്ള പാഠം, യേശു വരുന്നു, സമയമെടുത്തിരിക്കുന്നു. ഈ അവയർനെസ് നമ്മുടെ ജീവിതം മാറ്റണം. 2 പത്രോസ് 3:11 പറയുന്നു, ഇവയെല്ലാം ഇങ്ങനെ ഇല്ലാതെയാകുമെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം? ചോദ്യം, യേശു ഇന്ന് വന്നാൽ നിങ്ങൾ റെഡിയാണോ? നിങ്ങളുടെ ജീവിതം ശരിയാണോ? നിങ്ങൾ ദൈവത്തോടൊപ്പം നടക്കുന്നുണ്ടോ? മെതുശലേഹ് 969 വർഷം ജീവിച്ചു. ബൈബിളിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച മനുഷ്യൻ. എന്തുകൊണ്ട്? ദൈവത്തിന്റെ ദീർഘക്ഷമ. 2 പത്രോസ് 3:9 പറയുന്നു, കർത്താവ് ആരും നശിക്കാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. 969 വർഷം ദൈവം കാത്തിരുന്നു. 969 വർഷം മനുഷ്യർ മെതുശലേഹിന്റെ പേര് കേട്ടു. അവൻ മരിക്കുമ്പോൾ ന്യായവിധി വരും. 969 വർഷം വാണിംഗ്. 969 വർഷം ദൈവം അവസരം കൊടുത്തു. പക്ഷെ ആളുകൾ മാനസാന്തരപ്പെട്ടില്ല. ആ ടൈം ലൈനിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഹാനോക്ക് 300 വർഷം ന്യായവിധി പ്രസംഗിച്ചു. മെതുശലേഹ് 669 വർഷം. ഹാനോക്ക് എടുക്കപ്പെട്ടതിന് ശേഷം തന്റെ പേര് കൊണ്ട് വാണിംഗ് നൽകി. നോഹ 120 വർഷം പെട്ടകം പണിയുന്നതിലൂടെ പ്രസംഗിച്ചു. ടോട്ടൽ ഏകദേശം 1000 വർഷത്തോളം വാണിംഗ്. 1 മില്ലേനിയം മുഴുവൻ ദൈവം മനുഷ്യരോട് വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടുത്തു, ന്യായവിധി വരുന്നു. ദൈവം എത്ര ക്ഷമയുള്ളവനാണ്. നിങ്ങൾ എത്ര കാലമായി ദൈവവചനം കേൾക്കുന്നു? എത്ര ഓൾട്ടർ കോൾസ് കേട്ടു? എത്ര മെസ്സേജസ് കേട്ടു? ദൈവം ഇപ്പോഴും കാത്തിരിക്കുന്നു. പക്ഷേ ഒരു ദിവസം വരും, വാതിലടഞ്ഞു, ഇപ്പോൾ റെസ്പോണ്ട് ചെയ്യും.
ഇപ്പോൾ നോഹയുടെ കഥയിലേക്ക് വരാം. നോഹ മെതുശലേഹിന്റെ പേരക്കുട്ടിയാണ്. അവൻ മുത്തശ്ശനോടൊപ്പം 600 വർഷം ജീവിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചെറുപ്പം മുതൽ നോഹ മുത്തശ്ശനോട് ചോദിക്കുന്നു, മുത്തശ്ശ, ഹാനോക്ക് മുത്തച്ഛനെ കുറിച്ച് പറയൂ. അദ്ദേഹം ദൈവത്തോടൊപ്പം നടന്നു എന്നാൽ എന്താണ്? ദൈവം അദ്ദേഹത്തെ എടുത്തു എന്നാൽ എന്താണ്? നോഹയുടെ ഹൃദയത്തിൽ വാജ്ഞയുണ്ടായി, എനിക്കും മുത്തച്ഛനെ പോലെ ദൈവത്തോടൊപ്പം നടക്കണം. ഉൽപ്പത്തി 6:9 പറയുന്നു, നോഹ ദൈവത്തോടുകൂടെ നടന്നു. സെയിം വേർഡ്സ് ഹാനോക്കിനെ കുറിച്ചും നോഹയെ കുറിച്ചും. ജനറേഷണൽ ബ്ലെസ്സിങ്. ഹാനോക്ക്, മെതുശലേഹ്, നോഹ, 3 തലമുറകൾ ദൈവത്തിന്റെ ഭയം പാസ് ഡൗൺ ചെയ്തു. മാതാപിതാക്കളെ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ ടെസ്റ്റിമണി പറഞ്ഞു കൊടുക്കുക. ദൈവം നിങ്ങളെ എങ്ങനെ നടത്തി എന്ന് പങ്കുവെക്കുക. അപ്പോൾ അടുത്ത തലമുറയും ദൈവത്തോടൊപ്പം നടക്കും. ദൈവം നോഹയോട് പറഞ്ഞു, ഒരു പെട്ടകം പണിയും. വളരെ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ. നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം, 3 നിലകൾ, ഗോഫർ വുഡ്, ഉള്ളും പുറവും പിച്ചു പുരട്ടണം. ഉൽപ്പത്തി 6:22 നോഹ അങ്ങനെ തന്നെ ചെയ്തു. ദൈവം തന്നോട് കൽപ്പിച്ചതെല്ലാം ചെയ്തു. ശ്രദ്ധിക്കൂ, നോഹ ചോദിച്ചില്ല, കടലിൽ നിന്ന് എത്ര ദൂരം ഇത് പണിയണം, ബഡ്ജറ്റ് എത്രയാണ്, ആരാണ് പണം തരുന്നത്, എനിക്കൊരു ടീം വേണം, എനിക്ക് ട്രെയിനിങ് ഇല്ലല്ലോ. നോഹ സിംപ്ലി ഒബേഡ്. 120 വർഷം അവൻ പണിയുകയായിരുന്നു. ദിവസവും മരം വെട്ടി തേച്ച് പണിയുകയായിരുന്നു. ആളുകൾ ചിരിച്ചു, നോഹെ, നീ പൊട്ടനാണോ? മഴ കണ്ടിട്ടില്ലാത്ത ഈ നാട്ടിൽ വെള്ളപ്പൊക്കം, ഭ്രാന്താണ് നിനക്ക്. പക്ഷേ നോഹ നിർത്തിയില്ല. ഇതിന് ചെലവാര് വഹിച്ചു? നോഹ തന്നെ. അവൻ സ്വന്തം കഷ്ടപ്പാട് കൊണ്ട് പണം സമ്പാദിച്ചു, കുടുംബത്തെ പോറ്റി, പിന്നെ പെട്ടകം പണിയാൻ കൂടി പണം ചെലവഴിച്ചു. ഇത് ഇന്നത്തെ ദൈവദാസന്മാർക്കുള്ളൊരു പാഠമാണ്. ദൈവം നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാകണം. ആരെങ്കിലും എനിക്ക് സാലറി തരണം എന്നല്ല, ഞാൻ ദൈവത്തിനായി ത്യാഗം ചെയ്യാൻ റെഡിയാണെന്ന് പറയണം. പൗലോസിനെ പോലെ സ്വന്തം കൈകളുടെ പ്രയത്നം കൊണ്ട് ജീവിച്ച് മിനിസ്റ്റർ ചെയ്യുക. നോഹ പെട്ടകം പൂർത്തിയാക്കി. ആളുകൾ ചോദിച്ചു, മൃഗങ്ങളെ എങ്ങനെ അകത്തേക്ക് കൊണ്ടുവരും? നോഹ അറിഞ്ഞിരുന്നു, അതെന്റെ ജോലിയല്ല, അത് ദൈവത്തിന്റെ ജോലിയാണ്. എന്റെ ജോലി പെട്ടകം പണിയുക, ദൈവത്തിന്റെ ജോലി മൃഗങ്ങളെ കൊണ്ടുവരിക. ഉൽപ്പത്തി 7:9 അവ ദൈവം നോഹയോട് കൽപ്പിച്ചതുപോലെ നോഹയുടെ അടുക്കൽ 2 വീതം വന്നു. അമാനുഷികമായി മൃഗങ്ങൾ വന്നു. ആനകൾ നടന്നു വന്നു, സിംഹങ്ങൾ വന്നു, പാമ്പുകൾ ഇഴഞ്ഞു വന്നു, പക്ഷികൾ പറന്നു വന്നു. എല്ലാം ലൈനായി, ഡിസിപ്ലിനായി. നോഹ വിസ്മയത്തോടെ നോക്കി നിന്നു. നമുക്കുള്ള പാഠം ഇതാണ്. നിങ്ങളുടെ പാർട്ട് ചെയ്യൂ, ദൈവം അവിടുത്തെ പാർട്ട് ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദൈവം മാറ്റി തീർക്കും. നിങ്ങൾ അനുസരിക്കൂ, ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങൾ വിശ്വസിക്കൂ, ദൈവം സാധ്യമാക്കും. നിങ്ങൾക്ക് കഴിയാത്തത് ദൈവത്തെ ഏൽപ്പിക്കൂ. ഫിലിപ്പിയർ 4:13 പറയുന്നു, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിനാൽ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. എല്ലാവരും അകത്തായി. നോഹയുടെ കുടുംബം 8 പേർ, സകല മൃഗങ്ങളും. പിന്നെന്ത് സംഭവിച്ചു? ഉൽപ്പത്തി 7:16 യഹോവ അവന്റെ പിന്നാലെ വാതിലടച്ചു. നോഹ അടച്ചില്ല, ദൈവം തന്നെ അടച്ചു. എന്തുകൊണ്ട്? പുറത്തുള്ളവർ അകത്തേക്ക് ഇടിച്ചു കയറാതിരിക്കാൻ. ജലപ്രളയം വന്നപ്പോൾ ആളുകൾ, നോഹയെ വാതിൽ തുറക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. പക്ഷേ വളരെ വൈകിപ്പോയി. വാതിൽ ദൈവം അടച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്കുള്ള വാണിംഗ്. ഇപ്പോൾ രക്ഷയുടെ വാതിൽ തുറന്നിരിക്കുന്നു. യേശു പറയുന്നു, ഞാനാകുന്നു വാതിൽ. പക്ഷെ ഒരു ദിവസം ആ വാതിൽ അടയും. അപ്പോൾ കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരണമേ, പക്ഷേ നിങ്ങളെ ഞാൻ അറിയുന്നില്ല. ഇന്ന് തീരുമാനമെടുക്കൂ, നാളെയല്ല ഇന്ന്. എബ്രായർ 3:15 പറയുന്നു, ഇന്ന് അവന്റെ ശബ്ദം കേട്ടാൽ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. ഈ പെട്ടകം എന്തിന്റെ ചിത്രമാണ്? ക്രിസ്തുവിൻ്റെയും സഭയുടെയും. പെട്ടകത്തിനകത്ത് എങ്ങനെയായിരുന്നു? എല്ലാതരം മൃഗങ്ങളും, സിംഹവും ആടും ഒരുമിച്ച്, കടുവയും മാനും ഒരുമിച്ച്, ചെന്നായും കോഴിയും ഒരുമിച്ച്. സാധാരണ അവർ തമ്മിൽ തല്ല്, പക്ഷേ പെട്ടകത്തിൽ സമാധാനം. എന്തുകൊണ്ട്? ദൈവത്തിന്റെ സാന്നിധ്യം. സഭയും അങ്ങനെ തന്നെ. എല്ലാതരം ആളുകളും, റിച്ച് ആൻഡ് പുവർ, എഡ്യൂക്കേറ്റഡ് ആൻഡ് അൺഎഡ്യൂക്കേറ്റഡ്, യങ് ആൻഡ് ഓൾഡ്, ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ്, ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്, പക്ഷേ ക്രിസ്തുവിൽ ഒന്ന്. ഗലാത്യർ 3:28 യഹൂദനോ യവനനോ ഇല്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. പെട്ടകത്തിൽ അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. മണം, ശബ്ദം, ഇടുങ്ങിയ സ്പേസ്. സഭയിലും അസൗകര്യങ്ങളുണ്ട്. ചില സഹോദരങ്ങൾ ഇറിറ്റേറ്റിംഗ് ആണ്, ചില സമയങ്ങളിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ചിലപ്പോൾ ഹാർട്ട് ഫീലിങ്സ്. പക്ഷേ പെട്ടകത്തിന് പുറത്ത് എന്തായിരുന്നു? മരണം, നാശം, ന്യായവിധി. അതുകൊണ്ട് അസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും പെട്ടകത്തിൽ നിൽക്കുക എന്നതായിരുന്നു നല്ലത്. സഹോദരരെ, സഭയോടൊപ്പം നിൽക്കൂ. പെർഫെക്റ്റായ സഭയില്ല, പെർഫെക്റ്റായ വിശ്വാസികളില്ല. പക്ഷെ സഭയ്ക്ക് പുറത്ത് ആത്മീയ മരണം, സഭയ്ക്കുള്ളിൽ ജീവൻ. എബ്രായർ 10:25 പറയുന്നു, നമ്മുടെ കൂട്ടായ്മ ഉപേക്ഷിക്കരുത്. ജലപ്രളയം നിലച്ചു തുടങ്ങിയപ്പോൾ നോഹ 2 പക്ഷികളെ പറത്തിവിട്ടു. ഒന്ന് മലങ്കാക്ക. അത് പോയി തിരികെ വന്നില്ല. എന്തുകൊണ്ട്? പുറത്ത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശവശരീരങ്ങൾ. മലങ്കാക്ക സന്തോഷിച്ചു. ഭക്ഷണം. അത് മൃതദേഹങ്ങൾ തിന്നും
തിന്ന് പെട്ടകത്തിലേക്ക് പോയും വന്നുകൊണ്ടിരുന്നു. പ്രാവ് അത് പോയി ഒരിടവ് ഇല്ലാതെ വേഗം തിരികെ വന്നു. പിന്നെ വീണ്ടും വിട്ടു, ഒരു ഒലീവില വായിൽ പിടിച്ചുകൊണ്ട് തിരികെ വന്നു. മൂന്നാമത് വിട്ടപ്പോൾ പോയി തിരികെ വന്നില്ല, കാരണം വൃക്ഷങ്ങളുണ്ടായിരുന്നു. ഇതിൽ നിന്ന് എന്ത് പഠിക്കാം? മലങ്കാക്ക എന്ന് പറഞ്ഞാൽ ജഡമാണ്. ജഡത്തിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് ലോകം സന്തോഷകരമാണ്. പാപത്തിൽ കംഫർട്ടാണ്, ലോകത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ടാണ് മലങ്കാക്ക പോയും വന്നുകൊണ്ടിരിക്കുന്നത്. പാപത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച ശേഷം ഒരല്പം നേരം പെട്ടകത്തിൽ വന്ന് വിശ്രമിക്കും. എന്നാൽ പ്രാവ് ആത്മാവാണ്. ആത്മാവിനാൽ ജീവിക്കുന്നവർക്ക് ലോകം അൺകംഫർട്ടബിൾ ആണ്. പാപത്തിൽ ഇടയില്ല. ഉടനെ സഭയിലേക്ക് മടങ്ങുന്നു. പിന്നീട് ഒരിക്കലും പാപത്തിലേക്ക് തിരിച്ചു പോകില്ല. നിങ്ങൾ ഏത് പക്ഷിയെ പോലെയാണ്? ലോകത്തിൽ കംഫർട്ടാണോ അതോ ദൈവ സാന്നിധ്യത്തിൽ കംഫർട്ടാണോ? റോമർ 8:5 പറയുന്നു, ജഡപ്രകാരമുള്ളവർ ജഡകാര്യങ്ങൾ ചിന്തിക്കുന്നു, ആത്മാവിനാൽ ഉള്ളവർ ആത്മീയ കാര്യങ്ങൾ. പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നോഹ എന്ത് ചെയ്തു? ഉൽപ്പത്തി 8:20 പറയുന്നു, നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. വീട് പണിയുന്നതിന് മുമ്പ്, കൃഷി ചെയ്യുന്നതിന് മുമ്പ്, ജീവിക്കുന്നതിന് മുമ്പ് ആദ്യം യാഗപീഠം. ദൈവത്തിന് 1-ാം സ്ഥാനം. എല്ലാ നിർമ്മല മൃഗങ്ങളെയും പക്ഷികളെയും എടുത്ത് ഹോമയാഗം അർപ്പിച്ചു. താങ്ക് യു ലോർഡ്, അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു, അങ്ങ് വിശ്വസ്തനാണ്. നമുക്കുള്ള പാഠം, ദൈവം ഒന്നാമത്. നിങ്ങളുടെ ദിവസം എങ്ങനെ തുടങ്ങുന്നു? ഫോൺ ചെക്ക് ചെയ്യുന്നതോടെയാണോ? വാട്സപ്പ് നോക്കുന്നതോടെയാണോ? ചായ കുടിക്കുന്നതോടെയാണോ? അതോ പ്രാർത്ഥനയോടെ, വചനവയനത്തോടെ, ആരാധനയോടെ? മത്തായി 6:33 പറയുന്നു, ആദ്യം ദൈവരാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക. നിങ്ങളുടെ സാലറി വരുമ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും? ദശാംശം കൊടുക്കുകയോ ദൈവത്തിന് നന്ദി പറയുകയോ? ദൈവത്തെ ഒന്നാമത് വെക്കുമ്പോൾ ബാക്കിയെല്ലാം ദൈവം നോക്കും. ഇവിടെ ഉൽപ്പത്തി 9:20-21 ഇവിടെ ദുഃഖകരമായ ഒരു സംഭവമുണ്ട്. നോഹ കർഷകനായി മുന്തിരിത്തോട്ടം നട്ടു, വീഞ്ഞു കുടിച്ചു, ലഹരിയിൽ തൻ്റെ കൂടാരത്തിൽ നഗ്നായി കിടന്നു. ദൈവത്തോടൊപ്പം നടന്ന ആ മഹാനായ നോഹ, ലോകത്തെ രക്ഷിച്ച നോഹ, 120 വർഷം വിശ്വസ്തനായിരുന്ന നോഹ വീണു. ഇത് നമുക്ക് എന്ത് പഠിപ്പിക്കുന്നു? 1 കൊരിന്ത്യർ 10:12 പറയുന്നു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. എത്ര നാൾ വിശ്വസ്തനായിരുന്നാലും ശ്രദ്ധിക്കണം. എത്ര മിനിസ്ട്രി ഉണ്ടെങ്കിലും സൂക്ഷിക്കണം. എത്ര ആത്മീയനാണെങ്കിലും അഭിമാനിക്കരുത്. സാത്താൻ വേട്ടയാടുന്നു, പ്രത്യേകിച്ച് വിജയം കഴിഞ്ഞ് റിലാക്സ് ചെയ്യുമ്പോൾ. നോഹയുടെ 3 മക്കൾ പിതാവ് നഗ്നായി കിടക്കുന്നത് കണ്ടു. ഒന്ന് ഹാം. അവൻ എന്ത് ചെയ്തു? പോയി സഹോദരന്മാരോട് പറഞ്ഞു, നോക്കൂ അച്ഛൻ ഇങ്ങനെയാണ്. അപമാനിച്ചു, മോക്ക് ചെയ്തു, പരദൂഷണം പറഞ്ഞു. റിസൾട്ട് ശാപം. ശേമും യാഫേത്തും അവർ എന്ത് ചെയ്തു? വസ്ത്രം തോളിലിട്ട് പിറകോട്ട് നടന്നു. പിതാവിന്റെ നഗ്നത മറച്ചു. കണ്ടില്ല, പറഞ്ഞില്ല, മറച്ചു. റിസൾട്ട് അനുഗ്രഹം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു തത്വമാണ്. 1 പത്രോസ് 4:8 പറയുന്നു, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. നിങ്ങളൊരു സഹോദരനിൽ അല്ലെങ്കിൽ ഒരു സഹോദരി എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ഹാമിനെ പോലെ ചെയ്യരുത്. എല്ലാവരോടും പറയുക, ഗോസിപ്പ് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ പറയുക, പ്രയർ റിക്വസ്റ്റ് എന്ന പേരിൽ പരദൂഷണം പറയുക. ശേം യാഫേത്തിനെ പോലെ ചെയ്യുക, മറയ്ക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് സ്നേഹപൂർവ്വം സംസാരിക്കുക, അവരെ റീസ്റ്റോർ ചെയ്യാൻ സഹായിക്കുക. ഗലാത്യർ 6:1 പറയുന്നു, സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയുടെ ആത്മാവിൽ അവനെ നന്നാക്കുവിൻ. ഒരു പാസ്റ്റർ വീണുപോയാൽ അവരെ മോക്ക് ചെയ്യരുത്, റീസ്റ്റോർ ചെയ്യുക. ഒരു സഹോദരൻ പാപം ചെയ്താൽ എക്സ്പോസ് ചെയ്യരുത്, ഹെൽപ്പ് ചെയ്യുക. ഒരു ദൈവ മനുഷ്യന്റെ വീക്ക്നെസ് കണ്ടാൽ പരദൂഷണം പറയരുത്, കവർ ചെയ്യുക. നിങ്ങളും മിസ്റ്റേക്ക് ചെയ്യുന്നു. നിങ്ങൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന അതേ രീതിയിൽ നിങ്ങളും ജഡ്ജ്ഡ് ആവും. യാക്കോബ് 2:13 പറയുന്നു, കരുണ കാണിക്കാത്തവനെ കരുണയില്ലാത്ത ന്യായവിധി, കരുണ ന്യായവിധിയെ ജയിക്കുന്നു. നോഹ ഹാമിനെ ശപിച്ചു. കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ സഹോദരന്മാർക്ക് ദാസനാകട്ടെ. എന്തുകൊണ്ട് ഇത്ര കഠിനമായ ശിക്ഷ? കാരണം അവൻ തൻ്റെ പിതാവിനെ അപമാനിച്ചു. 10 കൽപ്പനകളിൽ 5-ാമത്തേത് പുറപ്പാട് 20:12 പറയുന്നു, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അതോറിറ്റിയെ അപമാനിക്കുന്നത് ദൈവം സീരിയസ് ആയി കാണുന്നു. നോഹ ഷേമിനെയും യാഫേത്തിനെയും അനുഗ്രഹിച്ചു. ഷേമിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ദൈവം യാഫേത്തിനെ വികസിപ്പിക്കട്ടെ. യാഫേത്ത് ഷേമിന്റെ കൂടാരങ്ങളിൽ പാർക്കട്ടെ. കൂടാരങ്ങളിൽ പാർക്കട്ടെ എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ. അവർ ഒരുമിച്ച് വസിക്കട്ടെ, അവർ യൂണിറ്റിയിൽ ജീവിക്കട്ടെ. സങ്കീർത്തനം 131:1 പറയുന്നു, ഇതാ സഹോദരന്മാർ ഐക്യത്തോടെ വസിക്കുന്നത് എത്ര നല്ലത്, എത്ര മനോഹരം. സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിച്ച പ്രധാന കാര്യങ്ങളൊന്ന് റീക്യാപ്പ് ചെയ്യാം. 1-ാമത്തത്, ദൈവത്തോടൊപ്പം നടക്കാം, ഹാനോക്കിനെ പോലെ. പാപം നിറഞ്ഞ ലോകത്തിൽ തന്നെ വിശുദ്ധ ജീവിതം സാധ്യമാണ്. 2, ന്യായവിധി വരുന്നു, മെതുശലഹിന്റെ പേര് പോലെ. ഒരുപക്ഷെ ഉടനെയല്ല, പക്ഷെ തീർച്ചയായും വരും. തയ്യാറായിരിക്കുക. ഡിലേഡ് ഒബീഡിയൻസ് ഈക്വൽ ടു ഡിസോബീഡിയൻസ്. ദൈവം പറഞ്ഞാൽ ഉടനെ അനുസരിക്കൂ, നോഹയെ പോലെ. 4-ാമത്തത്, നിങ്ങളുടെ പാർട്ട് ചെയ്യൂ, ദൈവം അവിടുത്തേത് ചെയ്യും.
ഇമ്പോസിബിൾ കാര്യങ്ങൾ ദൈവത്തെ ഏൽപ്പിക്കൂ. 5-ാമത്തത്, സഭ പെർഫെക്റ്റ് അല്ല, പക്ഷേ പുറത്തേക്കാൾ നല്ലത്. അസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും സഭയോടൊപ്പം നിൽക്കുക. 6, ജഡമോ ആത്മാവോ നിങ്ങൾ തീരുമാനിക്കണം, മലങ്കാക്കയോ പ്രാവോ. എപ്പോഴും ഗോഡ് ഒന്നാമത്, യാഗപീഠം ആദ്യം, നോഹയെ പോലെ. 8, വീഴാതിരിക്കാൻ സൂക്ഷിക്കൂ. വിജയം കഴിഞ്ഞുള്ള റിലാക്സേഷൻ സമയത്ത് കൂടുതൽ അലർട്ടാകണം. 9, മറ്റുള്ളവരുടെ പാപങ്ങൾ മറയ്ക്കൂ. ഹാമിനെ പോലെയല്ല, ശേം യാഫേത്തിനെ പോലെ. 10, അതോറിറ്റിയെ ബഹുമാനിക്കൂ. മാതാപിതാക്കളെ, പാസ്റ്റേഴ്സിനെ, ലീഡേഴ്സിനെ. ഈ ആഴ്ചയ്ക്കുള്ള ആക്ഷൻ പോയിന്റ്സ് ഇതൊക്കെയാണ്. 1-ാമത്തേത്, ഡെയിലി വാക്ക് വിത്ത് ഗോഡ്. എല്ലാ ദിവസവും രാവിലെ 15 മിനിറ്റ് ദൈവത്തോട് സമയം ചെലവഴിക്കൂ. ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു, ഞാനും നടക്കും. എറ്റേണിറ്റി പെർസ്പെക്റ്റീവ്. 2-ാമത്തേത്, എല്ലാ ഡിസിഷൻ എടുക്കുമ്പോഴും ചോദിക്കുക, ഇത് ഇറ്റേണിറ്റിയിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. 3-ാമത്തേത്, ഇമ്മീഡിയറ്റ് ഒബീഡിയൻസ്. ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ ഡിലേ ചെയ്യരുത്. കർത്താവെ, ഞാൻ ചെയ്യും ഇന്ന് തന്നെ. 4-ാമത്തേത്, കമ്മിറ്റ് ടു ചർച്ച്. അസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും സഭയോട് കമ്മിറ്റഡ് ആയിരിക്കുക. ഫെലോഷിപ്പ് ഉപേക്ഷിക്കരുത്. 5, കവർ, ഡോണ്ട് എക്സ്പോസ്. ആരെയും കുറിച്ച് നെഗറ്റീവായി പറയാൻ പോകുമ്പോൾ നിർത്തൂ, പകരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. 6, ഹോണർ യുവർ പാരൻസ്. ഈ ആഴ്ച നിങ്ങളുടെ മാതാപിതാക്കളെ വിളിക്കൂ, അവരെ ബഹുമാനിക്കൂ, അനുഗ്രഹം കിട്ടാൻ ചോദിക്കൂ. 7, ബി വാച്ച്ഫുൾ. എസ്പെഷ്യലി നിങ്ങൾക്ക് വിജയം കിട്ടുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കുക. പ്രാർത്ഥന കുറയരുത്. നമുക്ക് അവസാനിപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ പിതാവേ, ഹാനോക്കിനെയും നോഹയും പോലെ അങ്ങയോടൊപ്പം നടക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾക്ക് ചുറ്റും എത്ര ദുഷ്ടതയുണ്ടെങ്കിലും വിശുദ്ധരായി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. യേശു ഉടനെ വരുന്നു എന്ന തിരിച്ചറിവ് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങ് കൽപ്പിക്കുന്നത് ഉടനെ അനുസരിക്കാൻ സഹായിക്കണമേ. സഭയോടൊപ്പം കമ്മിറ്റഡായി നിൽക്കുവാനുള്ള കൃപ തരണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ എക്സ്പോസ് ചെയ്യാതെ കവർ ചെയ്യാനുള്ള സ്നേഹം തരണമേ. എപ്പോഴും അങ്ങയെ ഒന്നാമത് വെക്കാൻ സഹായിക്കണമേ. വീഴാതിരിക്കാൻ ഞങ്ങളെ കാത്തുകൊള്ളണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. പ്രിയരെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഒന്ന് ഓർമ്മിച്ചാൽ ഓർമ്മിക്കൂ, നിങ്ങൾക്കും ദൈവത്തോടൊപ്പം നടക്കാം. എത്ര വലിയ പാപിയായാലും, എത്ര തെറ്റുകൾ ചെയ്താലും, എത്ര വീണാലും ഇന്നു മുതൽ നിങ്ങൾക്ക് തുടങ്ങാം. ഹാനോക്ക് 65 വയസ്സിൽ തുടങ്ങി, നിങ്ങൾക്ക് ഇന്ന് തുടങ്ങാം. അടുത്ത ക്ലാസ്സിൽ നാം ബാബേൽ ഗോപുരവും അബ്രഹാമിൻ്റെ വിളിയെയും കുറിച്ചൊക്കെ പഠിക്കും. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.